സംസ്ഥാനത്ത് നവോത്ഥാന മൂല്യങ്ങളിൽ നിന്ന് പിറകോട്ട് പോകാനുള്ള നീക്കങ്ങൾ നടക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആലപ്പുഴയിൽ KPMSന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാടിനെ പിന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കം നടക്കുമ്പോൾ നമ്മൾ ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരും സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന നാടായി മാറുക എന്നതാണ് നവോത്ഥാനത്തിന്റെ സന്ദേശം. നേരത്തെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ശക്തമായ നിലയിൽ അയൽനാടുകളിൽ ഉണ്ടായിരുന്നു. ഈ അവസ്ഥ അവിടെ തുടരാനായില്ല. വസ്തുതകൾ പരിശോധിച്ചാൽ നവോത്ഥാന മൂല്യങ്ങൾക്ക് പോറലേൽക്കുന്ന നീക്കങ്ങൾ നടക്കുന്നതായും ജനങ്ങൾക്കുള്ള തെറ്റായ നിലപാടല്ല ഇതിന് കാരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വസ്തുതകൾ പരിശോധിച്ചാൽ നമ്മുടെ നാടിൻ്റെ നവോത്ഥാന മൂല്യങ്ങൾക്ക് പോറലേൽക്കത്തക്ക രീതിയിലുള്ള ഒരുപാട് നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ ജനങ്ങൾക്കുണ്ടായ എന്തോ ഒരു തെറ്റായ നിലപാടിൻ്റെ ഭാഗമായി വരുന്നതാണ് എന്നാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. എൻ്റെ വിനീതമായ അഭിപ്രായം അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. നമ്മുടെ നാട്ടിൽ ഈ ഒരു അവസ്ഥ മാറണം എന്ന് ചിന്തിക്കുന്നൊരു വിഭാഗം അതിനുവേണ്ടി എല്ലാ തരത്തിലുള്ള ഗൂഢപ്രവൃത്തികളിലും ഏർപ്പെടുന്ന നില വരുന്നു. അത് നമ്മൾ കാണാതിരിക്കുന്നുവെങ്കിൽ നമുക്ക് എന്തിനെതിരെയാണോ നിലപാട് സ്വീകരിക്കേണ്ടത് ആ നിലപാട് കൃത്യമായി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. അടിച്ചമർത്തപ്പെട്ട വിഭാഗം വലിയ തോതിൽ പീഡനം അനുഭവിച്ചു. കൊലകൊമ്പന്മാരായ ഈ ശക്തിയെ ചോദ്യം ചെയ്യുന്ന വിഭാഗങ്ങൾ ഉയർന്നു വന്നു. അതിലൂടെ അതിനെ അടിച്ചമർത്താൻ കഴിഞ്ഞതായും മുഖ്യമന്ത്രി പറഞ്ഞു. ജാതിഭേദം മതവിദ്വേഷമില്ലാത്ത നാട് എന്ന ചിന്ത എല്ലാവർക്കും ഉണ്ടോയെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഇതിന് എതിരെ നിൽക്കുന്നവർക്കെതിരെ ഒന്നിച്ചു നിൽക്കാനാകണമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. KPMS നേതാവ് പുന്നല ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ്, MLA മാരായ PP ചിത്തരഞ്ജൻ, H. സലാം, രമേശ് ചെന്നിത്തല തുടങ്ങിയ നിരവധി പ്രമുഖർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, ആലപ്പുഴ.